തെരഞ്ഞെടുപ്പിന്റെ ആവേശച്ചൂടിലായി കഴിഞ്ഞിരിക്കുന്നു കേരളം. കേരളത്തിൽ ഇക്കുറി അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് രണ്ട് മുന്നണികൾ തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരിക്കില്ല ഇക്കുറി ഉണ്ടാവുക. ഇക്കുറി മൂന്നാമത്തെ ശക്തിയായി BJP നേതൃത്വം നൽകുന്ന NDA കേരളത്തിലെ പകുതി അസംബ്ലി മണ്ഡലങ്ങളിലെങ്കിലും അതിശക്തമായ പോരാട്ടം നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ തന്ത്രങ്ങൾ മെനയുന്നതോടുകൂടി BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന, അതായത് ത്രികോണ പോരാട്ടം നടക്കുന്ന BJP വിജയം പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലൊന്നാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്തിൽ 2016 മത്സരിച്ച V മുരളീധരൻ അന്ന് അത്ഭുതകരമായ മുന്നേറ്റമാണ് നടത്തിയത്. നിരവധി തവണ കഴക്കൂട്ടത്തെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്ത MA വാഹിദിനെ മൂന്നാം സ്ഥാനത്തേക്കാക്കി അന്ന് 42,000-ലധികം വോട്ടുകൾ നേടി V മുരളീധരൻ അന്ന് രണ്ടാം സ്ഥാനം നേടി. അന്ന് 52,000 വോട്ടുകൾ നേടിയ കടകംപള്ളി സുരേന്ദ്രനാണ് വിജയിച്ച് കയറിയത്. പിന്നീട് V മുരളീധരൻ കേന്ദ്രമന്ത്രിയാകുന്നു. 2021 ആകുമ്പോഴേക്കും ശോഭാ സുരേന്ദ്രൻ അവിടെ BJP NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തുന്നു. അപ്പോഴും വലിയ പ്രതീക്ഷയാണ് BJPക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് വൈകി. അവസാന ലാപ്പിലാണ് ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്തേക്ക് എത്തിയത്. കഴക്കൂട്ടം ഒരിക്കലും ശോഭാ സുരേന്ദ്രൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ശോഭാ സുരേന്ദ്രൻ തുടക്കത്തിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിലായി സംസ്ഥാന പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയും ശോഭാ സുരേന്ദ്രൻ അങ്ങ് വടക്ക് നിന്ന് തെക്കേ അറ്റത്തേക്ക് എത്തുകയും ചെയ്തു. കഴക്കൂട്ടം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനെത്തി. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ ഓളമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ തവണ 40,198 വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ BJP ചിഹ്നത്തിൽ മത്സരിച്ച് നേടിയത്. അപ്പോൾ മൂന്നാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ വോട്ട് നേട്ടം 38,000-ൽ നിന്ന് 33,995 കുറഞ്ഞു. ഡോക്ടർ SS ലാലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. എന്നാൽ ഇക്കുറി ചിത്രങ്ങൾ ആകെ മാറി മറിയുകയാണ്. കഴിഞ്ഞ തവണ ഏകദേശം 23,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷം നേടിയാണ് കഴിഞ്ഞ തവണ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ വിജയിച്ചത്. അതൊരു യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ 2021 സാഹചര്യമല്ല, 2016 സാഹചര്യം പോലുമല്ല. കടകംപള്ളി സുരേന്ദ്രനെതിരെ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത്, അതുപോലെ BJP ഉയർത്തിയത്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരെ ഉള്ള ആക്ഷേപങ്ങൾ വലിയ തോതിൽ മണ്ഡലത്തിലടക്കം പ്രചരണ വിഷയമാക്കാൻ പ്രതിപക്ഷവും BJPയും ശ്രമിക്കുന്നുണ്ട്. അത് ഒരു വലിയ തരത്തിൽ കടകംപള്ളി സുരേന്ദ്രന് തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിശ്വാസികൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് കടകംപള്ളി സുരേന്ദ്രന് ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അതേസമയം കടകംപള്ളിയെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ പരീക്ഷിക്കാനുള്ള ആത്മവിശ്വാസം CPM-ന് ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ്. കടകംപള്ളി സുരേന്ദ്രൻ മണ്ഡലത്തിൽ അത്രത്തോളം സുപരിചിതനാണ്, മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ ഇത്തവണ മത്സരിപ്പിക്കേണ്ടതില്ല, മറ്റൊരാളെ മത്സരിപ്പിക്കണമെന്ന് പറയുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളും CPM-ലുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ കഴിഞ്ഞ തവണയോ അതിന് മുൻപത്തെ തവണയോ മത്സരിച്ച ആത്മവിശ്വാസം കടകംപള്ളി സുരേന്ദ്രനോ CPM-നോ കഴക്കൂട്ടത്തില്ല എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതേസമയം ഇക്കുറി BJPയുടെ NDAയുടെ കാൻഡിഡേറ്റായി എത്തുന്നത് V മുരളീധരൻ തന്നെയാണ്. കേന്ദ്രമന്ത്രിയായിരുന്ന ഇമേജിലൂടെ എത്തുന്ന V മുരളീധരൻ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കഴക്കൂട്ടത്ത് ഒന്നാം സ്ഥാനം നേടി BJP എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ അത്രത്തോളം BJPക്ക് അടിത്തറയുള്ള ഒരു നിയമസഭാ മണ്ഡലമായി കഴക്കൂട്ടം മാറിയിരിക്കുന്നു. അതുമാത്രവുമല്ല, കഴിഞ്ഞ 1-2 വർഷക്കാലമായി കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനമാണ് V മുരളീധരൻ നടത്തുന്നത്. കഴക്കൂട്ടത്തിന്റെ ഓരോ പുൽനാമ്പുകളെയും ഓരോ മണൽത്തലികളെയും തൊട്ടറിയുന്ന തരത്തിലുള്ള പ്രവർത്തനം V മുരളീധരൻ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇത്തവണ കഴക്കൂട്ടത്ത് V മുരളീധരന് വിജയസാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വലിയ പ്രാധാന്യം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്നു.
എന്നാൽ പിന്നീട് മണ്ഡല വിഭജനവും പിന്നീട് BJP ഉണ്ടാക്കിയ അത്ഭുതകരമായ വളർച്ചയുമൊക്കെ കഴക്കൂട്ടത്ത് കോൺഗ്രസിനെ അപ്രസക്തമാക്കി. ഇക്കുറിയും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കഴക്കൂട്ടത്തേക്ക് കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. എന്നാൽ അവസാന നിമിഷം കോൺഗ്രസിന്റെ തന്നെ ഒരു സ്ഥാനാർത്ഥിയോ അതോ ഘടകകക്ഷി സ്ഥാനാർത്ഥിയോ എത്തുമോ എന്ന കാര്യത്തിൽ പോലും ഒരു സംശയവുമില്ല. എങ്കിലും കഴക്കൂട്ടത്ത് ഇത്തവണ മത്സരം BJPയും CPMും തമ്മിലാണ്. NDAയും LDFും തമ്മിലാണ് കഴക്കൂട്ടത്ത് നേർക്കുനേർ പോരാട്ടം. ഇക്കുറി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പുമില്ല. അതേസമയം തിരുവനന്തപുരത്ത് സിറ്റിംഗ് MLA-മാരായിട്ടുള്ള മുഴുവൻ പേരെയും മത്സരിപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം CPMന്റെ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട്. കാരണം സിറ്റിംഗ് MLA-മാരല്ലാതെ ആര് മത്സരിച്ചാലും പരാജയപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLA-മാരെയെങ്കിലും പരീക്ഷിച്ച് ഒരു കൈ നോക്കാനാണ് CPMന്റെയും LDFിൻ്റെയും തീരുമാനം. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിച്ചാൽ കടകംപള്ളി സുരേന്ദ്രന് കഴിഞ്ഞ തവണ ലഭിച്ച സ്വീകാര്യത ലഭിക്കുമോ? ആ ചോദ്യമാണ് ഉയർത്തുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷമായ കോൺഗ്രസിനും അതുപോലെ BJPക്കും വളരെ ഗുണകരമാകും. വലിയ ആരോപണങ്ങൾക്ക്, വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരമായി അത് മാറും. കടകംപള്ളി സുരേന്ദ്രനെ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടും നേരത്തെ ചില സ്ത്രീ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ ആക്ഷേപ മുൻമുനയിൽ നിർത്താനാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വരെ കോൺഗ്രസും BJPയും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് വരെ ഇവർ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ സന്ദർശനം നടത്തിയ ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. അത് പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ സമ്മതിക്കുകയും ചെയ്തു. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു. അത് ശബരിമലയിലെ ഒരു വിശ്വാസി എന്ന നിലയ്ക്കുള്ളതായിരുന്നു. ശബരിമലയിലെ ഒരു സ്പോൺസർ എന്ന നിലയ്ക്കുള്ള ഒരു ബന്ധം മാത്രമാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ളത് എന്ന സമ്മതമാണ് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ വിഷയമാകുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അത്തരത്തിൽ ആരോപണ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുക ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാകും. അതിൻ്റെ ഒരു നേട്ടം കോൺഗ്രസിനുണ്ടാവുകയും ചെയ്താൽ ഇത്തവണ കഴക്കൂട്ട മണ്ഡലത്തിൽ അട്ടിമറി വിജയവുമായി വി മുരളീധരൻ കേരള നിയമസഭയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏറ്റവും മികച്ച സംഘാടകനാണ് വി മുരളീധരൻ. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായുള്ള ബന്ധം, കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ 3 ലക്ഷം വോട്ടുകൾ സമാഹരിച്ചത് നിസ്സാരമല്ല. വളരെ ചുരുങ്ങിയ വോട്ടുകൾ മാത്രമാണ് വിജയിച്ച സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ പോലൊരു മണ്ഡലത്തിൽ 3 ലക്ഷം വോട്ടുകൾ BJPക്ക് NDAക്ക് വേണ്ടി സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ഏറ്റവും മികച്ച സംഘാടകൻ, BJP പ്രവർത്തകരുമായുള്ള ബന്ധം, അതുപോലെ തന്നെ സമുദായ സംഘടനകളുമായിട്ടുള്ള അടുത്ത ബന്ധം, ഇതൊക്കെ വി മുരളീധരന് അനുകൂലമായ ഘടകങ്ങളാണ്. 2 തവണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയ കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ കൂടി പരീക്ഷിക്കേണ്ടതില്ല എന്ന് കഴക്കൂട്ടത്ത് ജനങ്ങൾ തീരുമാനിച്ചാൽ ഇക്കുറി അതിൻ്റെ ഗുണഫലം ലഭിക്കുക വി മുരളീധരന് തന്നെയായിരിക്കും. എന്തായാലും BJP തിരുവനന്തപുരം ജില്ലയിൽ വിജയം പ്രതീക്ഷിക്കുന്ന 2ാമത്തെ നിയമസഭാ മണ്ഡലമാണ് കഴക്കൂട്ടം.